സ്നാപകനെ ദൈവാലയത്തിൽ കാഴ്ചവയ്ക്കുന്നു. സക്കറിയാസ്, എലിസബത്ത്, മേരി, അവരുടെ കാര്യസ്ഥൻ സാമുവൽ എന്നിവർ ഒരു വണ്ടിയിൽ ജെറുസലേം ദൈവാലയമുറ്റത്തു വന്നിറങ്ങുന്നു. മേരിയുടെ കൊച്ചുകഴുതയും ആ വണ്ടിയിൽ കെട്ടിയിട്ടുണ്ട്. സാമുവൽ ഒരാട്ടിൻകുട്ടിയെ പിടിച്ചിട്ടുണ്ട്. ഒരു കൂടയിൽ ഒരു പ്രാവിനെയും എടുത്തിട്ടുണ്ട്. ദൈവാലയ കാവൽക്കാർ സക്കറിയാസിനെ ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. മറ്റു പുരോഹിതർ അഭിവാദനം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പുതിയ ഇസ്രായേൽക്കാരന്റെ കാഴ്ചവയ്പും അവന്റെ അമ്മയുടെ ശുദ്ധീകരണവും ആഘോഷപൂർവമാണ് നടത്തുന്നത്. കാരണം ഒരു പുരോഹിതന്റെ മകനുവേണ്ടി മറ്റു പുരോഹിതന്മാർ അത് മോടിയാക്കുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ചെറിയ കഴുതയും കൊണ്ട് അവരുടെ പരിചയക്കാരുടെ വീട്ടിലേക്കു പോയി ജോസഫിനെ കാത്തിരിക്കുന്നു. എന്നാൽ മേരി തന്റെ സ്ഥിതി മറച്ചുവയ്ക്കുവാൻ വേണ്ടി പുറംകുപ്പായം മാറ്റുന്നില്ല. ജോസഫ് വന്നു വാതിലിൽ മുട്ടുമ്പോൾ മേരി സന്തോഷത്തോടും ബഹുമാനത്തോടുകൂടെ അഭിവാദനം ചെയ്യുന്നു. ജോസഫും സസന്തോഷം പ്രത്യാഭിവാദനം ചെയ്യുന്നു. ജോസഫ് കുഞ്ഞിനെ കാണുകയും മാതാപിതാക്കളെ അനുമോദിക്കുകയും ചെയ്യുന്നു. മേരി വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ജോസഫ് ചോദിക്കുന്നു, നിനക്കു വല്ല അസുഖവുമാണോ? നീ വിളറി വിഷാദം പൂണ്ടിരിക്കുന്നല്ലോ. കുഞ്ഞു ജോണിനെ വിട്ടുപോരണമല്ലോ എന്നോർത്തിട്ട് എനിക്ക് ദുഃഖമാണ്. അവൻ ജനിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേ ഞാൻ അവനെ എന്റെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചതാണ്. ജോസഫ് പിന്നെ വേറൊന്നും ചോദിക്കുന്നില്ല. വീടെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഫലത്തോട്ടങ്ങളും പൂക്കളുമെല്ലാം ഇപ്പോൾ കാണാമല്ലോ. എല്ലാം വളരെ മനോഹരമായി പൂത്തുനിൽക്കുന്ന സമയത്താണ് നിന്റെ വരവ്. ആപ്പിളും അത്തിമരവും മുന്തിരിയും മാതളനാരകവുമെല്ലാം നിറയെ പൂത്തും കായ്ച്ചും നിൽക്കുന്നു. ഇത്ര നല്ല ഫലവൃക്ഷത്തോട്ടം നസ്രസിലെങ്ങുമില്ല. നിന്റെ ബന്ധുക്കൾക്കും അത്ഭുതമാണ്. അൽഫെയൂസ് പറയുന്നത് ഇത് ഒരത്ഭുതമാണെന്നാണ്. നിന്റെ കരങ്ങളാണ് ആ അത്ഭുതം പ്രവർത്തിച്ചത്. ഓ, ഒരിക്കലുമല്ല. ഞാനെന്താണ് ചെയ്തത്? വൃക്ഷങ്ങളെയെല്ലാം പരിചരിച്ചു. ചെടികൾക്കു സ്വൽപ്പം വെള്ളമൊഴിച്ചു. ഞാനൊരുറവ ശരിയാക്കി. ഇനി നിനക്കു വെള്ളമെടുക്കാൻ പുറത്തേക്കു പോകണ്ട. വളരെ നന്ദി ജോസഫേ, നീ എത്ര നല്ലവനാണ്. ഈ സമയം ആ വീട്ടുകാർ പാൽ, പഴങ്ങൾ, റൊട്ടി, മത്സ്യം എന്നിവ കൊണ്ടുവരുന്നു. ജോസഫ് കുറച്ചു റൊട്ടിയും മത്സ്യവും കഴിക്കുന്നു. മേരി സ്വൽപ്പം പാലും പഴങ്ങളും മാത്രം കഴിക്കുന്നു. സക്കറിയാസും കുടുംബവും ആദ്യം യാത്രയാകുന്നു. സൂര്യാസ്തമനത്തോടുകൂടി ജോസഫും മേരിയും യാത്രയാകുന്നു. മേരി കഴുതപ്പുറത്തു കയറുമ്പോൾ ജോസഫ് അവളെ നോക്കുന്നു. എന്നാൽ ഒന്നും പറയുന്നില്ല. മേരി പറയുന്നു, എന്റെ ജോസഫിനും തന്റെ പീഡകളുടെ പങ്കു സഹിക്കാനുണ്ടായിരുന്നു. ജെറൂസലേമിൽ വച്ച് എന്റെ സ്ഥിതി കണ്ടപ്പോഴാണ് അതാരംഭിച്ചത്. നീതിമാനായ എന്റെ ഭർത്താവിന്റെ മഹിമയുള്ള സഹനം നിമിത്തം അനേകം നൂറ്റാണ്ടു കഴിഞ്ഞിട്ടും അത് രഹസ്യമായിട്ടു തന്നെ വർത്തിക്കുന്നു. ഓ, ഞങ്ങളുടെ ആദ്യത്തെ പീഡാനുഭവം! മൗനമായിട്ടു സഹിച്ച ആ വേദനയുടെ കാഠിന്യം ആർക്കു പറഞ്ഞറിയിക്കാൻ പറ്റും? ഈ രഹസ്യം ജോസഫിന് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ എന്നോർത്തു ഞാൻ സഹിച്ച വേദന ആർക്കു വിവരിക്കാൻ കഴിയും? ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്ന് എനിക്കു മനസ്സിലായി. ദൈവത്തിന്റെ വചനത്തെയാണ് ഞാൻ ഉദരത്തിൽ വഹിക്കുന്നതെന്നറിഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിനർഹമായ വണക്കത്തോടെ ജോസഫ് ആരാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വേദന ഞാനറിഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് അത് മാറ്റുവാൻ കഴിയുമായിരുന്നില്ല. മൗനമായിരിക്കുക എന്ന് എന്നോടാവശ്യപ്പെട്ട കൽപ്പന ഞാൻ അനുസരിക്കേണ്ടിയിരുന്നു. ഞങ്ങൾ നസ്രസിലെത്തിയ ശേഷം ജോസഫ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നോട് വിട ചോദിച്ചു പോകുന്നതു ഞാൻ കണ്ടു. കുറച്ചു സമയം കൊണ്ട് പെട്ടെന്നു വ്യദ്ധനായി കൂണുപിടിച്ചതുപോലെ. വൈകിട്ട് എന്നെ കാണാൻ വരാതെയായി. ഇതെല്ലാം മനസ്സിലാക്കിയ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ, കൈപ്പേറിയ കണ്ണുനീർ എന്തുമാത്രം ചിന്തി ഏകാകിനിയായി ഞാൻ ആ വീട്ടിൽ, മംഗളവാർത്തയും മനുഷ്യാവതാരവും എല്ലാം അനുസ്മരിപ്പിക്കുന്ന ആ വീട്ടിൽ, ജോസഫിനെ അനുസ്മരിപ്പിക്കുന്ന ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൂടി. ക്ഷമിച്ചു കഴിഞ്ഞുകൂടി. എന്റെ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ സഹായത്തിന് ഇടപെടണമെങ്കിൽ നമ്മൾ പ്രത്യാശയുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ക്ഷമിക്കുന്നവരുമാകണം. നിങ്ങളുടെ പീഡാനുഭവത്തിലൂടെ നിങ്ങളും ജീവിക്കണം.